കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ ചിന്താ വിഷയം प्रभु में प्रियजनों, आज का जो हमारे विचार का विषय है രോഗസൗഖ്യം, വിടുതൽ, രക്ഷ, നിത്യജീവൻ എന്നുള്ളതാണ്. ये രോഗസൗഖ്യം, വിടുതൽ, രക്ഷ, നിത്യജീവൻ എന്നുള്ളതാണ്. और चंगाई, छुटकारा, उद्धार और अनंत जीवन. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയം, और इसमें का एक प्रधान विषय, രോഗസൗഖ്യം വിടുതലായി മാറണം. ഹീലിംഗ് മസ്റ്റ് बिकम डेलिवरेंस. और ये बीमारी से जो चंगाई है ये छुटकारे में परिवर्तित होना चाहिए. विடுதल रक्षयाई मारणम. डेलिवरेंस मस्ट बिकम सैल्वेशन. और ये छुटकारा उद्धार में परिवर्तित होना चाहिए. रक्षा नित्यता उറപ്പാക്കണം. और सैल्वेशन मस्ट एंश्योर एटर्निटी. और ये उद्धार हमारे अनंतता को दृढ़ करना चाहिए, वो एंश्योर करना चाहिए. രോഗസൗഖ്യവും വിടുതലും രക്ഷയും പ്രാപിച്ചാൽ മാത്രം പോരാ, നിത്യത നഷ്ടപ്പെടരുത്. और चंगाई और छुटकारा और उद्धार इतना केवल पाना काफी नहीं है, बल्कि अनंतता को खोए बिना रहना है. ഈ മിനിസ്ട്രിയോട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ആലോചന ഇതാണ്. इस सेवकाई के संबंध में परमेश्वर की पवित्र आत्मा ने मुझे यही संदेश दिया. സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. हे भले स्वर्गीय पिता, हम धन्यवाद के साथ तेरी स्तुति महिमा करते हैं. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ സാന്നിധ്യവും ഒരു കവിഞ്ഞൊഴുക്കും ഇന്ന് രാത്രി ഇവിടുന്ന് പകരുമാറാകണമേ. और आज रात के इस समय में तेरे पवित्र आत्मा की एक बड़ी उपस्थिति और एक बड़ा बहाव उमड़ना आज हमारे बीच में हो. കടന്നു ഓരോ വ്യക്തി ജീവിതങ്ങളോട് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണമേ ഞങ്ങൾ ഒരു മനപ്പെട്ടോ പ്രാർത്ഥിക്കുന്നു. और हम सब एक मन होकर प्रार्थना कर रहे हैं कि आए हुए सभी से, हर एक व्यक्तियों से परमेश्वर का पवित्र आत्मा बातचीत करे. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തമായിട്ട് വചനങ്ങളോട് ഇടപെടുമാറാകണമേ. परमेश्वर का पवित्र आत्मा वचनों के द्वारा बड़े सामर्थ्य तौर पर हमसे बातचीत करे. സാന്നിധ്യ ബോധത്തോടു കൂടി ഇരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം ഒരു വിടുതൽ ദൈവം ചെയ്യാമെന്ന് കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. हम तेरी उपस्थिति के साथ, उस उपस्थिति के समझ के साथ जब बैठे हैं, तब तेरे पवित्र आत्मा द्वारा तू हम बड़े छुटकारे के कार्य, बड़े आश्चर्य कर्म हमारे बीच में करे. ഇന്ന് രാത്രികാലം രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു സൗഖ്യമാകണം. और आज रात के समय जो बीमारियों से तकलीफ में है वो चंगे हो जाए. ബന്ധനങ്ങൾ കിടക്കുന്ന വ്യക്തി ഇന്ന് രാത്രികാലം ബന്ധനം വിട്ട് വിടുതൽ പ്രാപിക്കണം. जो बंधुआई में है वो उसमें से छुटकारा पाए. ഇന്ന് രാത്രി രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് നിത്യത ഉറപ്പാക്കണം. और आज रात के समय वो उद्धार की अनुभव में आ जाए, वो अनंतता के बारे में वो दृढ़ हो जाए. കടന്നു ഓരോ പ്രിയമുള്ളവരെയും പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന അഭിഷേകത്തിന്റെ നിറവിൽ ഇന്ന് രാത്രി നിറയ്ക്കണമേ. और आज आए हुए सभी को हे पिता, हम एक साथ प्रार्थना करते हैं कि तू पवित्र आत्मा के अभिषेक से भर दे. യേശുവിൻ നാമത്തിൽ യാചിക്കുന്ന പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. यीशु मसीह के नाम में मांगते हैं, प्रार्थना सुन ले हमारे स्वर्गीय पिता. നിത്യതയിൽ തുടങ്ങി നിത്യതയിൽ അവസാനിക്കുന്ന പര്യവസാനിക്കുന്ന ആ ദൈവരാജ്യത്തിലാണ് നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്നത്. और हम ऐसे एक परमेश्वर के राज्य के ऊपर धन्य आशा लगाए हुए हैं जो अनंतता में शुरू होकर अनंतता में खत्म होता है. ആ ക്രിസ്തു എന്ന വചന വെളിപ്പാടിൽ സൗഖ്യവും വിടുതലും രക്ഷയും നിത്യതയോട് അടുപ്പിക്കുന്ന തിരുവചന സത്യങ്ങളെ ഇന്ന് രാത്രികാലം നമുക്കൊന്ന് ചിന്തിക്കാം. और मसीह के द्वारा, उसके वचन में जो चंगाई और छुटकारा, इन सब के द्वारा अनंतता के बारे में हमें जो बताने वाली वो भेद के बारे में हम वचन से आज देखेंगे. ആരംഭമായിട്ട് നാം ഇന്ന് ആയിരിക്കുന്ന ഏത് കാലഘട്ടം എന്ന് തിരിച്ചറിയണം. और शुरुआत में हमें ये समझना है कि हम किस युग में हैं. എഫേസ്യർ ലേഖനത്തിൽ പറയുന്നു ഇത് ദുഷ്കാലമാണ്. और इफेसियों की पत्री में ये कहा गया है कि ये बुरे वक्त है. ഗലാത്യർ ലേഖനത്തിൽ പറയുന്നു ഇത് ദുഷ്ടലോകമാണ്. और गलातियों की पत्री में ये कहा गया है कि ये एक बुरी दुनिया है. 2 തിമോത്തിയോസിൽ പറയുന്നു ഇത് ദുർഘട സമയമാണ്. और दूसरे तीमुथियुस की पत्री में कहा गया ये मुश्किलों से, कठिनाइयों से भरी हुई एक समय है. ഇവിടെയാണ് രക്ഷയുടെ ആവശ്യം. और ऐसे एक परिस्थिति में उद्धार की जरूरत होती है. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ശ്രദ്ധിക്കണം, രോഗസൗഖ്യം വിടുതലായിട്ടും
വിടുതൽ രക്ഷയായിട്ട് മാറണം. और आज रात के समय ये ध्यान देना है कि जो चंगाई है वो छुटकारे में परिवर्तित होना है और वो छुटकारा उद्धार में आना है. അതുകൊണ്ട് നമുക്ക് പ്രാരംഭമായിട്ട് 2 കുറിവാക്യങ്ങൾ വായിച്ച് മുന്നോട്ട് പോകാം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35-ാമത്തെ വാക്യം. मत्ती रचित सुसमाचार 9:35. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. यीशु सब नगरों और गांवों में फिरता रहा और उनके आराधनालयों में उपदेश करता और राज्य का सुसमाचार प्रचार करता और हर प्रकार की बीमारी और दुर्बलता को दूर करता रहा. യേശു കർത്താവ് ചെയ്തത് പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ചിട്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുവാനും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുവാനും സകല ദീനവും വ്യാധി സൗഖ്യമാകാനിടയായി. और प्रभु यीशु मसीह वहां पर नगरों और कई गांवों में फिरता रहा, वहां के आराधनालयों में उपदेश करता और सुसमाचार राज्य का सुसमाचार प्रचार करता और बीमारी और दुर्बलता दूर करता रहा. ഒരു വശത്ത് ദൈവരാജ്യത്തെ കുറിച്ചുള്ള സുവിശേഷം, യേശുവിനെ കുറിച്ചുള്ള യേശു പറഞ്ഞ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. മറുവശത്ത് യേശു ചെയ്തത് സകല ദീനവും വ്യാധിയും സൗഖ്യമായി. 2 മണ്ഡലങ്ങൾ യേശു ചെയ്തു. और 2 तल पर यीशु ने वहां कार्य किए. एक तरफ उसने उसके परमेश्वर के राज्य के बारे में सुसमाचार प्रचार किया और दूसरी तरफ बीमारी और दुर्बलता को चंगा और दूर करता रहा. നമ്മുടെ ആയിരിക്കുന്ന ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിലൂടെ തരുന്ന ആലോചന യേശു കർത്താവ് അന്ന് ചെയ്തതുപോലെ കർത്താവ് ചെയ്തതുപോലെ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ രോഗങ്ങളെയും വ്യാധികളെയും സൗഖ്യമാകുന്ന ഒരു മണ്ഡലത്തിലേക്ക് നമ്മൾ കടന്നു വരണം. और आज रात के समय पवित्र आत्मा हमें यही संदेश देता है कि जिस प्रकार यीशु मसीह ने भी किया, उसी तरह ये राज्य के सुसमाचार के प्रचार के साथ ही साथ ये चंगाई और छुटकारा करने वाली ये एक तल में हमें भी आना है. ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്ന് രാത്രികാലം അതിനൊരു സമർപ്പണം കൊടുക്കാൻ കഴിയുമോ? एक सेवक के तौर पर आज रात के समय हमारे जीवन में भी इस प्रकार का एक समर्पण करने के लिए हम तैयार है क्या? അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 38-ാമത്തെ വാക്യം. प्रेरितों के काम 10वां अध्याय 38 भी पढ़ेंगे. നസ്രാന യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചി ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ച വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. और यहाँ पर लिखा है, परमेश्वर ने किस रीति से यीशु नासरी को पवित्र आत्मा और सामर्थ्य से अभिषेक किया, वो भलाई करता और सबको जो शैतान के सताए हुए थे अच्छा करता था, क्योंकि परमेश्वर उसके साथ था. ये सब बातों की तुम गवाह हो. അന്ന് യേശു കർത്താവിനെ ദൈവം ചെയ്തത് പരിശുദ്ധാത്മാവിലും ശക്തിയാലും അഭിഷേകം ചെയ്തത് കൊണ്ട് എന്ത് യേശു കർത്താവിന് ഒത്തിരി പേരെ സൗഖ്യമാക്കുവാനും വിടുതൽ കൊടുക്കാൻ കഴിയും. അത് ആ മണ്ഡലത്തിലേക്ക് ഇന്ന് രാത്രികാലം നമ്മൾ കടന്നു വരണം. और जिस प्रकार परमेश्वर ने यीशु मसीह को पवित्र आत्मा और सामर्थ्य से अभिषेक करके रखा, जिसके द्वारा उसने अद्भुत कार्य चंगाई सब किए, उसी प्रकार के एक अवस्था परिस्थिति में एक अनुभव में हमें भी आना है. ഇന്ത്യ ചരിത്രത്തിൽ തന്നെ നോക്കുമ്പോഴും വളരെയധികം പ്രതികൂലങ്ങളെ കൂടെ കടന്നു അനേകര് രോഗത്താൽ ഭാരപ്പെട്ട് ബന്ധിക്കപ്പെട്ട് കടന്നു പോകുമ്പോൾ അവരെ ആ നിത്യതയിലേക്ക് അടുപ്പിക്കണം. ഈ ശുശ്രൂഷ നമ്മൾ ചെയ്തേ മതിയാകത്തുള്ളൂ. और हम इतिहास को भी जब परखेंगे, जब देखेंगे, तब हम ये देख सकते हैं कि जब दुनिया में जब लोग इस प्रकार के बीमारियों से उलझते हैं, ऐसे परिस्थितियों में होते हैं, तो उनको इस परमेश्वर के राज्य की ओर आकर्षित कर लाने के लिए हमें इस प्रकार की सेवकाई करनी जरूरी होती है. അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യാൻ നമ്മൾ ഒരുക്കപ്പെടുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ മേലെ ആ ഉണർവിന്റെ ആത്മാവ് വ്യാപരിക്കാൻ തുടങ്ങും. അത് സഭയിൽ വ്യാപരിക്കും, അത് ദേശത്ത് വ്യാപരിക്കാൻ തുടങ്ങും. और इस प्रकार की एक सेवकाई करने के लिए जब हम समर्पण करते हैं, जब हम तैयार होते हैं, तो एक बेदारी की एक अनुभव, एक आत्मा हमारे अंदर हम जाने बिना ही कार्य करने लगता है. അതിനോട് ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ 2 ആലോചന തന്നെ രാത്രി പങ്കുവെക്കാം.
और इसके बारे में सोच मनन करते वक्त पवित्र आत्मा ने 2 संदेश मुझे जो दिया वो मैं आपके साथ बांटना चाहूंगा। ഒന്ന്, നമ്മൾ സൗഖ്യമാകണം, നമ്മൾ വിടുവിക്കപ്പെടണം, നമ്മൾ രക്ഷപ്പെടണം, നിത്യത ഉറപ്പാക്കണം. और पहला ये कि हम स्वयं चंगे होने हैं, छुटकारा पाने हैं, उद्धार पाना है और अनंतता के बारे में दृढ़ता पाना है, निश्चय पाना है। ഇത് രാത്രികാലം പ്രാർത്ഥനയോടാണ് ഇരിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇത് ഇന്ന് രാത്രികാലം നമ്മൾ ചെയ്യും. और आज रात के समय हम अगर प्रार्थना पूर्वक विश्वास के साथ हम बैठेंगे तो पवित्र आत्मा ये कार्य हमारे अंदर भी करेगा। രണ്ടാമത്തെ വിഷയം, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അഭിഷേകം പ്രാപിച്ച് അനേകരെ ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരണം. और दूसरी बात ये है कि हम पवित्र आत्मा के सामर्थ्य और अभिषेक पाकर अनेकों को इस परिस्थिति में, इस अनुभव में लाना है। കാരണം ഇന്നും അനേകരെ രോഗത്താൽ ഭാരപ്പെട്ട് ബന്ധിക്കപ്പെട്ട് നമ്മുടെ ചുറ്റുപാട് സഭയ്ക്കകത്തും പുറത്തകത്തും കിടക്കുന്നത് ആത്മകണ്ണുകൊണ്ട് തുറന്ന് നമ്മളൊന്ന് കാണണം. और आत्मा की आंखों से हमें ये देखना है कि आज भी हमारे आसपास, हमारे कलीसिया के अंदर और बाहर अनेक लोग इस प्रकार के बंधुआई में और बीमारियों में पड़े हुए हैं। അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആത്മാക്കളെ കുറിച്ചൊരു ഭാരം ഇന്ന് രാത്രികാലം നമ്മുടെ അകത്ത് കിട്ടണം. और ऐसे नाश होने वाले आत्माओं के संबंध में एक बोझ हमारे अंदर होना चाहिए। അതുണ്ടാകുമ്പോൾ നമ്മുടെ അകത്ത്, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭകളിൽ ഉണർവിന്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങും. और ये समझ जब हमारी बोझ हमारे अंदर होती है तो हमारे जीवन में, हमारी कलीसियाओं में बेदारी की एक सामर्थ्य आती है। എത്ര പേർക്ക് ഇന്ന് രാത്രി ഈ ദൗത്യം ഏറ്റെടുക്കാൻ കഴിയും? ദൈവസന്നിധിയിൽ കരയുവാൻ. और ये जिम्मेदारी आज कितने लोग अपने ऊपर ले सकते हैं कि परमेश्वर के सामने रोए? പ്രാർത്ഥിക്കുന്ന, ഇടിവിൽ നിൽക്കുന്ന ദൈവമക്കളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഈ ശുശ്രൂഷ ഞാൻ ചെയ്യുന്നത്. और प्रार्थना करने वाले और बिचवाई करने वाले परमेश्वर के भक्तों के बीच में ही मैं भी ये सेवकाई करता हूँ। കുറച്ചുകൂടെ നമുക്ക് ഒന്ന് എഴുന്നേൽക്കാൻ കഴിയുമെങ്കിൽ, ഉണരുവാൻ കഴിയുമെങ്കിൽ, രാത്രിയാമങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിപ്പാൻ കഴിയുന്നുവെങ്കിൽ, और थोड़ा और अगर हम जाग सकेंगे, उठ सकेंगे और जागृत होकर हम प्रार्थना कर सकेंगे तो ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം നിനക്ക് മനസ്സുണ്ടോ? और पवित्र आत्मा आज हमसे यही पूछता है कि क्या तुझे इच्छा है, क्या तुझे मन है, നിങ്ങൾക്ക് ഒരുക്കമുണ്ടോ? क्या तुझे तैयारी है? നമ്മൾ ഒരുക്കമുണ്ടെന്ന് പറഞ്ഞാൽ അടിയനിതാ, അടിയനെ അയക്കണമെന്നോ യേശു പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ, और अगर हम तैयार हैं और अगर हम प्रभु से ये कहेंगे कि हाँ मैं तैयार हूं प्रभु, तेरा दास तैयार है, मुझे भेज। ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിന്റെ ആത്മാവിന്റെ ഒരു സാന്നിധ്യം നമ്മുടെ മേൽ പകരപ്പെടും. तो आज रात के समय में इस पवित्र आत्मा का सामर्थ हमारे ऊपर उंडेला जाएगा। പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളിൽ പ്രത്യേകമായ 2 കൃപാവരങ്ങൾ, ഒന്ന് രോഗശാന്തിയുടെ കൃപാവരവും അത്ഭുത വീര്യപ്രവൃത്തിയുടെ കൃപാവരവും. और पवित्र आत्मा के अनुग्रह के वरदानों में 2 विशेष वरदान इस प्रकार है, एक तो बीमारियों से चंगाई और दूसरे अद्भुत कार्य करने का वर। ഈ പ്രത്യേക കൃപാവരം നമ്മുടെ മേലൊന്ന് പകരപ്പെടണമെങ്കിൽ നമുക്ക് കിട്ടേണ്ട ചില വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ ഇന്ന് രാത്രികാലം നമുക്ക് പ്രാപിച്ചേ മതിയാവുള്ളൂ. ഈ കൃപാവരം നമുക്ക് ജ്വലിക്കണമെങ്കിൽ എന്തു ചെയ്യാൻ നമുക്ക് ശ്രദ്ധിക്കാം. और ये अनुग्रह के वरदान हमारे जीवन में यदि ज्वलित होने हैं तो हमारे जीवन में क्या क्या बातें होनी चाहिए, क्या करनी चाहिए, वो हम जरा आज गौर करेंगे उस पर। അത് യേശു കർത്താവിൽ കണ്ട ഒരു സ്വഭാവ സവിശേഷത ഇന്ന് രാത്രികാലം ചിന്തിക്കുമ്പോൾ, അതിന് നമ്മൾ കീഴ്പ്പെടുമ്പോൾ ആ കൃപാവരം നമ്മുടെ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങും. और प्रभु यीशु मसीह में जो भाव था, जो स्वभाव था, उस पर हम जरा गौर करेंगे, वो हमारे जीवन में लाने की कोशिश करेंगे तो ये वरदान हमारे जीवन में भी ज्वलित होंगे। അത് യേശുവിൽ കണ്ട ആ സ്നേഹവും മനസ്സലിവുമായിരുന്നു. और वो यीशु मसीह के अंदर जो प्रेम और जो तरस खाने का भाव था। നമ്മൾ കുറിവചനത്തിൽ വായിച്ച മത്തായി 9:35-36 വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നരെ കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. और हमने जो शुरुआत में पढ़ा मत्ती रचित सुसमाचार 9वें अध्याय के 35 और 36, उसमें हम देखते हैं जब उसने भीड़ को देखा तो जो उन भेड़ों के समान थे जिसका कोई रखवाला या चरवाहा न हो,
उन पर उसने तरस खाया। ഇടയനില്ലാത്ത ആടുകളെ പോലെ അനേകര് ഈ കാലഘട്ടത്തിൽ അതിനെ ഓർത്ത് മനസ്സലിയാൻ നമുക്ക് കഴിയുമോ? और ऐसे अनेक लोग जो आज भी रखवाले या चरवाहे के बिना भेड़ों के समान हैं, क्या उनको देखकर हमें तरस आती है और क्या हमें उनको देखकर दुख होता है? കുഷ്ഠരോഗി യേശു മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40 വാക്യങ്ങൾ, ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ശുദ്ധമാകാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞു, കൈനീട്ടി അവനെ തൊട്ടു, മനസ്സുണ്ട്, ശുദ്ധമാകുന്നു. ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. और हम मरकुस रचित सुसमाचार पहले अध्याय के 40 और 41वें वाक्य जब पढ़ते हैं, वहां पर हम देखते हैं कि एक कोढ़ी मनुष्य यीशु मसीह के पास आकर कहता है कि यदि तू चाहे तो मुझे शुद्ध कर सकता है। तब यीशु कहता है कि मैं चाहता हूं तू शुद्ध हो जा, और तुरंत उसका कोढ़ जाता रहा और वो शुद्ध हो गया। അവരുടെ നിനക്കു മനസ്സുണ്ടെങ്കിൽ എന്നെ തൊട്ട് സൗഖ്യമാകാനാ പറയുന്നത്. और वहां वो कोढ़ी कहता है कि यदि तू चाहे, तेरा मन है, तो मुझे तू छूकर चंगा कर दे। യേശുവിന് പറയാനുള്ള എനിക്ക് മനസ്സുണ്ട്, യേശു തൊട്ടു. और यीशु ने कहा कि मैं चाहता हूं तो शुद्ध हो जा, और यीशु ने उसे चंगा कर दिया। അതിന്റെ കാരണം യേശുവിന് മനസ്സലിഞ്ഞത് കൊണ്ടാ. और उसने हाथ बढ़ाकर चंगा इसीलिए किया क्योंकि यीशु को उस पर तरस आया। നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ മനസ്സലിയാൻ കഴിയുമെങ്കിൽ രോഗികളെ സൗഖ്യമാക്കാൻ കഴിയും. और हमारे जीवन में भी इस प्रकार की करुणा और तरस हम दूसरों पर खा सकते हैं, तो हम हमारे द्वारा भी ये चंगाई और ये कार्य हो सकते हैं। യേശുവിൽ വ്യാപരിച്ച മനസ്സലിവും ആർദ്രതയും ആ സ്നേഹവും ഇന്ന് രാത്രികാലം കർത്താവേ ആ വചന വെളിപ്പാടിലൂടെ എന്റെ അകത്ത് തരണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നു? और आज रात के समय में आज कितने लोग ये प्रार्थना कर सकेंगे कि हे प्रभु परमेश्वर, जो हमारे प्रभु यीशु मसीह में जो प्रेम था, जो करुणा था और जो तरस वो दूसरों पर खाता था, ऐसा एक भाव हमारे अंदर भी हो। രോഗസൗഖ്യവും വിടുതലും നടക്കുമ്പോഴും അതിനകത്ത് മനസ്സിലായി നഷ്ടപ്പെട്ടു പോകുന്ന, നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ആത്മഭാരം നമ്മുടെ ഉള്ളിൽ കിട്ടണം. और ये चंगाई और ये छुटकारे जब होते हैं, तो उसमें हमारे अंदर जरूरी ये है कि ऐसा एक भाव हो कि जो नष्ट होने वाले, नाश होने वाले आत्माओं के बारे में हमारे अंदर एक आत्मिक बोझ हो। യേശു കർത്താവ് 12 തന്റെ ശിഷ്യന്മാരെയും തന്റെ ശുശ്രൂഷയ്ക്ക് അയക്കുമ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ചിന്തിക്കാം. और यीशु मसीह ने अपने 12 चेलों को सेवकाई के लिए जब भेजा, तो उनको एक मुख्य बात जो कहा था उसको हम देखेंगे। മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 7-8 വാക്യങ്ങൾ. मत्ती रचित सुसमाचार 10वां अध्याय 7 और 8वां वाक्य है। നിങ്ങൾ പോകുമ്പോൾ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ, രോഗികളെ സൗഖ്യമാക്കുവൻ, മരിച്ചവരെ ഉയർപ്പിപ്പൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവൻ, ഭൂതങ്ങളെ പുറത്താകുവൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിൻ. और यीशु कहता है कि और चलते चलते ये प्रचार करो, स्वर्ग का राज्य निकट आ गया है, बीमारों को चंगा करो, मरे हुओं को जिलाओ, कोढ़ियों को शुद्ध करो, दुष्टात्माओं को निकालो। तुमने सेंत में पाया है, सेंत में या मुफ्त में पाया है, मुफ्त में दो। സ്വർഗ്ഗരാജ്യം ഘോഷിക്കുന്നു പറയുന്നതോടൊപ്പം തന്നെ स्वर्ग राज्य की प्रचार करो, സമീപിക്കുന്നു. हाँ प्रचार करो ये कहते ही उसके साथ ही साथ അതോടൊപ്പം ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാരണം രോഗികളെ സൗഖ്യമാക്കണം, മരിച്ചവരെ ഉയർപ്പിക്കണം, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം. और उसी के साथ साथ ये कहा गया, बीमारों को चंगा करो, मरेओं को जिलाओ, कोढ़ियों को शुद्ध करो, दुष्टात्माओं को निकालो। കാരണം ഇതിൽ നിന്നൊരു രോഗസൗഖ്യത്തിലും വിടുതലും ലഭിക്കാത്ത ഒരു വ്യക്തി ജീവിതത്തിന് ഈ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരാനായിട്ട് കഴിയത്തില്ല. और इस प्रकार के एक चंगाई या छुड़ौती न पाए हुए, एक अनुभव न किए हुए व्यक्ति परमेश्वर के राज्य में प्रवेश करना वो नहीं कर सकते हैं। നമ്മുടെ ലക്ഷ്യം രക്ഷപ്പെട്ട് നിത്യതയിൽ എത്തണം എന്നുള്ളതാണ്. और हमारा लक्ष्य यह है कि व्यक्ति उद्धार पाकर अनंतता को हासिल करे। അതിന് ഒരുക്കം കിട്ടാതെ പോകുന്ന ശരീരത്തിൽ അനുഭവിക്കുന്ന രോഗബന്ധനങ്ങളും ശാരീരികമായ അനേക പൈശാചിക ബന്ധനങ്ങളെ നമ്മൾ കെട്ടിയിടുമ്പോൾ നമുക്ക് നിത്യതയിലേക്ക് പോകാൻ കഴിയാതെ ബന്ധനം. അതുകൊണ്ടാണ് യേശു കർത്താവിന് രോഗസൗഖ്യവും വിടുതലിനും പ്രാധാന്യം കൊടുത്തത്. और उस अनंतता को हासिल करने में एक रोक के तौर पर ये दुनिया के हमारी कमजोरियां, बीमारी और ये शैतानी रोक और बाधाएं हमारे जीवन में होती है। इसीलिए इस प्रचार के साथ ही साथ इस सेवकाई को भी प्रमुख स्थान दिया गया।
ഇന്ന് രാത്രികാലം യേശു കർത്താവ് ചെയ്ത ചില ശുശ്രൂഷകളുടെ മണ്ഡലത്തെ നമുക്കൊന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകാൻ കർത്താവ് ശരണപ്പെടുന്നു. और यीशु मसीह के सेवकाई के कुछ तलों के बारे में मनन करना चाहेंगे आज के समय. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 32 തൊട്ടുള്ള ഭാഗങ്ങൾ വായിക്കാൻ കഴിയും. വഴിയരികെ ഇരിക്കുന്ന 2 കുരുടന്മാര് യേശു പോകുന്ന കണ്ടിട്ട് ചെയ്ത ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് ഉറക്കെ വിളിക്കുക. और मत्ती रचित सुसमाचार 20वें अध्याय के 30 और 31 में सब हम देखते हैं जब यीशु मसीह जब मार्ग से जाते रहते हैं तो कुछ अंधे जो है यीशु को देखकर हे दाऊद के पुत्र प्रभु दाऊद की संतान हम पर दया कर. യേശുവിനെ അവരെ വിളിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. കർത്താവെ ഞങ്ങൾക്ക് കണ്ണ് തുറന്ന് കിട്ടണമെന്ന് അവർ പറഞ്ഞു. യേശു മനസ്സലിഞ്ഞു, അവരുടെ കണ്ണു തൊട്ടു, ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു, അവനെ അനുഗമിച്ചു. और यीशु मसीह उनसे पूछता है कि मैं तुम्हारे लिए क्या करूं. तब उन्होंने उससे कहा कि हे प्रभु ये कि हमारी आंखें खुल जाए. यीशु ने तरस खाकर उनकी आंखें छुई और वे तुरंत देखने लगे और उसके पीछे हो लिए. യേശുവിനോട് വിളിക്കുമ്പോൾ യേശുവിന് ചോദിക്കുക നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആ എന്താ വേണമെന്ന് പറഞ്ഞ അതേ കാര്യം അവർക്ക് ചെയ്തു കൊടുത്തു. എന്നിട്ട് എന്താ ചെയ്യുന്നു? സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവനെ അനുഗമിച്ചു. और यीशु ने उनसे पूछा तुम्हें क्या चाहिए, और उन्होंने कहा उनको क्या चाहिए, और चंगाई पाते ही वो लोग यीशु मसीह के पीछे हो लिए. രക്ഷ പ്രാപിച്ചു, വിടുതൽ പ്രാപിച്ചു. കാരണം രോഗസൗഖ്യം കിട്ടി, വിടുതൽ പ്രാപിച്ചു. അത് കഴിഞ്ഞ് ലോക രക്ഷിതാവായ യേശുവിനെ അനുഗമിക്കുന്ന നിലവാരത്തിലേക്ക് പോയി. तो चंगाई पाए, छुटकारा पाए, उसके बाद उनके जीवन में यह अनुभव हुआ कि उनके और दुनिया के उद्धारकर्ता के पीछे हो लिए. അവിടെ രോഗസൗഖ്യം കിട്ടി, വിടുതൽ കിട്ടി, അവിടെ ഇരുന്നിട്ട് മറ്റെവിടോട്ടെങ്കിലും പോയ വിഷയമല്ല പറയുന്നത്. അതിൽ വിടുതൽ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആ വ്യക്തി രക്ഷകന്റെ അടുക്കലേക്ക് തന്നെ അനുഗമിക്കുവാനിടയായി. और छुटकारा और चंगाई पाकर कहीं और गए ऐसा नहीं है, बल्कि छुटकारा पाने पर उस उद्धारकर्ता के पीछे वो लोग हो चले. എത്രയോ പേർക്ക് സൗഖ്യം കിട്ടുന്നുണ്ട്, എത്രയോ പേർക്ക് വിടുതൽ കിട്ടുന്നു. എത്ര പേരാ യേശുവിനെ അനുഗമിക്കുന്നത്? और कितने ही लोग चंगे होते हैं, छुटकारा पाते हैं, लेकिन उनमें से कितने लोग यीशु के पीछे चलते हैं? 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയില്ലേ? അതില് 9 പേര് മടങ്ങി, ഒരുവൻ മാത്രമല്ലേ മടങ്ങി വന്നുള്ളൂ. और 10 कोढ़ियों को प्रभु ने चंगा किया था, लेकिन उनमें से 9 लोग भी लौटे नहीं, बल्कि केवल एक व्यक्ति यीशु के पास लौट आया. അനേക ക്രൂസൈഡ് നടക്കുമ്പോൾ, അനേക സുവിശേഷ യോഗങ്ങൾ നടക്കുമ്പോൾ എത്രയോ രോഗികൾ സൗഖ്യമാക്കുന്നില്ലേ? എത്രയോ പേരുടെ ഭൂതങ്ങൾ മാറി വിടുതൽ പ്രാപിക്കുന്നില്ലേ? और कितने जब कन्वेंशन क्रूसेड चलते हैं, जब प्रार्थना सभाएं चलते हैं, तो वहां पर अनेक लोग तो चंगे होते हैं, अनेक लोगों की भूत बाधाएं छूट जाती है. എത്ര പേരാ യേശുവിന്റെ അടുത്തേക്ക് വന്ന് നിത്യതയ്ക്ക് ഒരുങ്ങിയത്? लेकिन उनमें से कितने लोग यीशु के पास आकर अनंतता के लिए तैयारी किए. രോഗസൗഖ്യത്തിലും വിടുതലും കൊണ്ട് മാത്രം തൃപ്തിപ്പെടരുത്. രക്ഷയിലൂടെ വന്നിട്ട് നിത്യത ഉറപ്പാക്കിക്കൊള്ളണം. और केवल चंगाई और छुटकारे से तृप्त नहीं होना है, वह उतने में नहीं रुक जाना है, बल्कि उद्धार पाकर उस अनंतता के जो अनंतता के बारे में निश्चय पाना है, अनंतता को हासिल करना है. മറ്റൊരു സൗഖ്യത്തിലേക്ക് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു രക്തസ്രാവക്കാരി 12 വർഷക്കാലം രക്തസ്രാവക്കാരി ബുദ്ധിമുട്ടും പ്രയാസപ്പെട്ടു, തന്റെ സമ്പത്തെല്ലാം കൊണ്ടുവന്ന് വൈദ്യന്മാർക്ക് കൊടുത്ത് പ്രയാസപ്പെട്ട ഒരു വ്യക്തി യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങല്ലെങ്കിലും തൊട്ടാൽ സൗഖ്യം വരുമെന്ന് പറഞ്ഞ് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു സൗഖ്യം പ്രാപിച്ചു. और लहू बहने वाली स्त्री के बारे में हम जानते हैं मत्ती रचित सुसमाचार में जो कई वर्षों से वो लहू बहने की बीमारी से वो तकलीफ में थी, लेकिन यीशु मसीह के वस्त्र के छोर को उसने केवल पकड़ लिया और वो चंगाई पा गई. മറ്റൊരു വേദഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, അവർക്ക് അക്കരയത്ത് ഗന്നസരത്ത് ദേശത്തിൽ അവിടുത്തെ ജനങ്ങളെല്ലാം ഒന്നിച്ച് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങല് തൊടുവാൻ അനുവാദം ചോദിച്ചു. और हम दूसरे एक भाग में ये पढ़ते हैं कि गन्नेसरेत देश में जब वो जा रहे थे तो वहां के भीड़, वहां के लोग इकट्ठे होकर वो लोग यीशु के वस्त्र के छोर को पकड़ने की अनुमति मांगने लगे. ഇവിടെ കാണാൻ യേശുവിനെ തൊട്ടവരെ യേശു തൊട്ടവർക്കും സൗഖ്യം ലഭിച്ചു. और हम यहाँ सब यही देखते हैं कि जिन्होंने यीशु को छुआ और जिनको यीशु ने छुआ वो सब चंगे हो गए. ഇന്ന് രാത്രി യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊടാൻ കഴിഞ്ഞില്ലെങ്കിലും ആ സ്തുതി എന്ന മേലാടെ ഒന്ന് തൊടാൻ കഴിയുമോ?
और आज रात के समय में यीशु मसीह के वस्त्र के छोर को न छू सके तो भी उसकी स्तुति नामक वो वस्त्र को क्या हम छू सकेंगे? സ്തുതി എന്ന മേലാട ധരിച്ചിരിക്കുന്ന യേശുവിനെ, ആ ക്രിസ്തുവിനെ ഇന്ന് രാത്രികാലം വെളിപ്പാടോടുകൂടെ കാണുക. ആ സ്തുതി എന്ന മേലാട് ഇന്ന് രാത്രികാലം ഒന്ന് സ്തുതിക്കുമ്പോൾ, ഒന്ന് സ്തോത്രം ചെയ്യുമ്പോൾ, ഒന്ന് ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരും. और वो स्तुति नामक वो जो राजकीय वस्त्र उसके ऊपर है, उसको जरा हम छुएंगे, हम स्तुति आराधना में उसकी महिमा करेंगे, उस आत्मिक तल में हम उसको अनुभव कर सकेंगे. എന്തിനാ ദേവദാസന്മാര് പറയുന്നത് സ്തുതിക്കുക, ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറയുന്ന അതിന്റെ അകത്ത് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യ ഇറങ്ങി വരും. और पासवान लोग और प्रभु के दास क्यों स्तुति आराधना करने कहते हैं, स्तुति करने कहते हैं? क्योंकि स्तुति करने पर उस परमेश्वर की उपस्थिति को हम अनुभव कर सकेंगे, उसकी भलाई को चख सकेंगे. ഇതുപോലെ ഒരു പിറവിയിലെ കുരുടനായിരുന്നതിന്റെ നിലത്ത് തുപ്പിയിട്ട് കർത്താവ് ചെയ്യുന്നത് പണ്ട് ശിലോം കുളത്തിൽ പോയി കഴുകാനൊക്കെ പറഞ്ഞു. അവനെ കാണുമ്പോൾ പിറവിയിലെ കുരുടനായിരുന്നവനാ. और जन्म से एक अंधा व्यक्ति था, उसके बारे में भी हम पढ़ते हैं, प्रभु ने मिट्टी में थूक कर उसकी आंखों में लगाया, सिलोम कुंड में जाकर आंखें धोने के लिए उसे कहा. അത് കഴിയുമ്പോൾ തനിക്ക് ആത്മാവിൽ 2-3 കാര്യങ്ങളെ അത് കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഒന്ന്, യേശു എന്ന മനുഷ്യനെ സൗഖ്യമാക്കി എന്ന് പറയുന്നു. और वहां 2-3 बातें बड़ी मुख्य बातें उसमें से हम गौर कर सकते हैं. उसमें एक ये है कि उसने कहा यीशु नामक मनुष्य ने मुझे चंगा किया. യേശു ഒരു പ്രവാചകൻ എന്ന് പറയുന്നു. ഉയരങ്ങളിൽ വന്നവനല്ലേ അവന് ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറയുന്നുണ്ട്. और वो ये भी कहता है कि यीशु तो एक भविष्यवक्ता भी है, और अगर उसे ऊपर से या परमेश्वर की ओर से नहीं दिया गया तो वो नहीं कर पाता था, ऐसे भी वो कहता है. ഈ വെളിപ്പാട് കിട്ടുമ്പോഴും ഇവനെ അവിടെ നിന്ന് പുറത്താക്കി കഴിയുമ്പോൾ യേശുവിനെ കണ്ട് വീണ്ടും കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ യേശു പറയുന്ന ഒരു കാര്യം നമുക്ക് ചിന്തിക്കാം. और इसे उस धर्म के नेता जब इसे बाहर फेंक देते हैं, तब वो जाते वक्त यीशु मसीह से मार्ग में मिलता है, और वहां उनके बीच जो बातचीत होती है वो हम जरा देखेंगे. അവനെ കണ്ടപ്പോൾ നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു യേശു. നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ? और उस व्यक्ति को देखकर यीशु ने पूछा कि क्या तू परमेश्वर के पुत्र पर विश्वास करता है? യജമാനെ അവൻ ആരാകുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കാം. तो वो कहता है कि हे प्रभु वो कौन है, मैं उस पर विश्वास करूंगा. നിന്നോട് സംസാരിക്കുന്ന അവൻ തന്നെ എന്ന് പറഞ്ഞു. और यीशु ने कहा कि जो तुझसे बात कर रहा है वही है वो. ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞ യേശുവിനെ നമസ്കരിക്കാൻ ഇടയായി. और मैं विश्वास करता हूं ये कहकर उसने यीशु की वंदना की, स्तुति की. യേശുവിന്റെ അടുത്തേക്ക് വന്നു. രോഗസൗഖ്യമുണ്ട്, വിടുതലുണ്ട്, രക്ഷയിലേക്ക് വന്നു. കാരണം അവനെ നിത്യജീവനെ അവകാശിയാക്കി മാറ്റുവാൻ തക്കണം സ്വർഗം ഇടാക്കി. അതുപോലെ ഒരു വിഷയങ്ങളാണ്. 1-2 കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ ആവശ്യപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം എടുക്കുമ്പോൾ 38 വർഷക്കാലം കുളക്കടവിൽ കിടന്ന ഒരു മനുഷ്യനോട് यूहन्ना के रचित समाचार 5वें अध्याय के जो आखिरी भागों में सब हम जब देखते, शुरुआती भाग में जब हम देखते 38 वर्ष से जो कुंड के किनारे में पड़ा हुआ एक बीमार व्यक्ति को हम देखते हैं. जो നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? और उससे यीशु पूछता है कि क्या तू चाहता है कि चंगा हो? അവൻ ഒത്തിരി ഒഴികൊഴി പറയാനുണ്ടായിരുന്നു. എന്നെ എടുത്തുവാനും കുളത്തിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആരുമില്ലെന്ന് പറയാം. പക്ഷെ യേശു പറയുന്നത് എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുക്കുന്ന നടന്നു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്തു നടന്നു. और उस व्यक्ति के पास कई बहाने थे, कई कारण थे बोलने के लिए कि मुझे ले जाने के लिए कोई नहीं है, पानी में डालने कोई नहीं है. तो उससे केवल यीशु ये कहता है कि तेरे बिस्तर को या तेरे बिस्तर को उठाकर तू चल. 38 വർഷക്കാലം കാത്തിരുന്നത് ലോക രക്ഷിതാവായ യേശുവിന്റെ വായിൽ നിന്ന് വാമൊഴി കൊണ്ട് സൗഖ്യമാകാനാ. और ये 38 साल वहां पर बीमार होकर कुंड के किनारे इसीलिए पड़ा रहा ताकि यहाँ पर यीशु मसीह के मुंह से आज्ञा सुनकर वो चंगा हो जाए, खाट उठाकर चलने लगे. അതിനുമുമ്പ് അനേകര് കുളത്തിലെടുത്ത് ചാടി സൗഖ്യമായി പോയി. അവരെ ആരും നമ്മൾ അറിയുന്നില്ല. और उसके पहले अनेक लोग उस कुंड में उछलकर कूद गए और चंगे हो गए, लेकिन उनमें से किसी का नाम हम नहीं जानते.
അവനിലൂടെ ദൈവവൃത്തി വെളിപ്പെട്ട് വന്നതിന്റെ ഒരു കാരണത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. लेकिन इस व्यक्ति द्वारा परमेश्वर के कार्य प्रकट हुआ, उसका एक कारण मैं बताना चाहूंगा. ശബത്തിൽ വെച്ച് ചെയ്തതുകൊണ്ട് അവനെ പുറത്താക്കി അവനെ ദേവാലയത്തിൽ വെച്ച് വീണ്ടും കാണുമ്പോൾ യേശു കർത്താവ് അവനോട് പറയുന്നത്, നീ സൗഖ്യമായല്ലോ, അധികം തിന്മയാതെ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. और शबत में उसे वापस जगह आने के बाद उसे मंदिर में जब प्रभु ने देखा, तब उससे प्रभु ये कहता है कि तू तो चंगा हो गया, लेकिन फिर से पाप न कर, ऐसा ना हो कि इससे कोई भारी विपत्ति तुझ पर आ पड़े. രോഗസൗഖ്യം കിട്ടി, വിടുതൽ കിട്ടി, കർത്താവിനെ അറിഞ്ഞു, കർത്താവിനെ വിശ്വസിക്കാനൊക്കെ ഇടയായി. അപ്പൊ കർത്താവിന് ഒന്ന് പറയാൻ, ഇനി തിന്മയായിട്ട് ഭവിക്കാതെ ഇനി പാപം ചെയ്യരുത്. और चंगाई पा लिया, छुटकारा पा लिया, लेकिन अभी प्रभु उससे यही कहता है कि अभी इससे और भारी कोई विपत्ति तुझ पर ना पड़े, इसलिए और आगे पाप न करना. അതുപോലെ തന്നെയാണ് പറയുന്നത്. കാരണം കർത്താവിന്റെ മുന്നിൽ കൊണ്ടുവന്ന് പാപിനിയായ ഒരു സ്ത്രീയെ കൊണ്ടുവരുമ്പോഴും കല്ലെറിഞ്ഞു കൊല്ലുവാനായിട്ട് നിൽക്കുമ്പോഴും ആ സഹോദരൻ പറയും, ഇതേ കാലേ ഇനി പാപം ചെയ്യരുത്. രണ്ട് മണ്ഡലങ്ങൾ ഇന്ന് രാത്രി തൊടാം. और उस पापिनी स्त्री के बारे में भी हम जानते हैं, जिसको यीशु मसीह के सामने पथराव के लिए लाया था, लेकिन उसको भी बचाकर यीशु यही कहता है उससे कि अभी पाप न करना. രോഗസൗഖ്യം ലഭിക്കും, വിടുതൽ ലഭിക്കും, പക്ഷെ അത് ലഭിച്ചു കഴിഞ്ഞാൽ വീണ്ടും പാപത്തിന്റെ അടിമത്വത്തിലേക്ക് നിങ്ങൾ ഞാനും പോകരുത്. और चंगाई और छुटकारा सब तो हासिल हो जाएगा, लेकिन सब हासिल होने के बाद फिर से पाप के अनुभव में मैं और आप नहीं जाने चाहिए. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ആ രണ്ടു മൂന്ന് പാപ വിഷയം എന്തുകൊണ്ട് പല രോഗത്തിന്റെയും പ്രധാന कारणങ്ങൾ പാപങ്ങളാണ്. और आज और कुछ बातें मैं आपसे बताना चाहूंगा. उसमें से एक ये है कि कई बीमारी और ऐसे विपत्तियों के कारण पाप होता है. ചെറിയ ചിന്തകൾ മാത്രം പങ്കുവച്ച് മുന്നോട്ട്. മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ നിമിത്തം രോഗങ്ങൾ വരാം. और गुप्त या छुपे हुए पापों के कारण बीमारी और ऐसी विपत्ति आ सकते हैं. രഹസ്യ പാപങ്ങൾ നിമിത്തം രോഗം വരാം. और ऐसे छुपाए हुए पापों के कारण बीमारी आ सकते हैं. മനഃപൂർവ്വം ചെയ്യുന്ന പാപങ്ങൾ അത് നിമിത്തം രോഗങ്ങൾ വരാം. और जानबूझकर जो पाप हम करते हैं उसके कारण बीमारी और विपत्ति आ सकती है. സ്വമേധയാ പാപങ്ങള്, और അനുസരണക്കേട്, അഭക്തികള് എല്ലാം ഈ സകല അനീതികൾ വരുമ്പോൾ അതെല്ലാം രോഗമായിട്ട് മാറാം. और जब हम जानबूझकर पाप करते हैं, जब हम परमेश्वर की आज्ञाओं को तोड़ते हैं, तो ये सारी बलवा के कारण सब दंड के तौर पर बीमारियां और विपत्ति आ सकती है. ഇതൊക്കെ പഠിക്കുമ്പോൾ ചില ശാപങ്ങളാൽ, കാരണം പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്ക് 3-4 തലമുറ സന്ദർശിക്കുന്ന ചില ശാപങ്ങളാൽ ചില രോഗങ്ങൾ വരാം. और पुराना नियम जब हम पढ़ते हैं, उसमें पितरों के पापों के कारण परमेश्वर के श्राप के तौर पर, ऐसे दंड के तौर पर बीमारी आ सकती है. പഴയത്തിൽ വചനമായിരുന്ന വചനം ജഡമായി തീർന്ന ക്രിസ്തുവായി മാറിയപ്പോൾ, और जो परमेश्वर का वचन जो मसीह शरीर में जब आया, ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ, जब मसीह देहधारी होकर शरीर में हमारे सामने प्रकट हुआ, യേശു ക്രിസ്തുവിലുള്ള രോഗസൗഖ്യവും വിടുതലും നമുക്ക് ലഭിച്ചു. और यीशु मसीह में हमें चंगाई और छुटकारा हासिल हुआ. നമുക്ക് ലഭിക്കുന്ന രോഗസൗഖ്യം മറ്റുള്ളവരുടെ പകർന്നു കൊടുക്കുവാനും യേശുവിന്റെ നാമത്തിലും യേശുവിന്റെ കാൽവരിക്കുരിശിലെ രക്തത്താൽ നമുക്ക് ജയമെടുക്കാൻ കഴിയുമ്പോൾ സൗഖ്യവും വിടുതലും നിലനിർത്തുവാനായിട്ട് കഴിയും. और ये जो यीशु मसीह के नाम में जो चंगाई है और उसके लहू के द्वारा जो उद्धार है, ये सब हम जब दूसरों को बांटते हैं, तभी वो चंगाई के अनुभव में हम स्थिर रह पाते हैं. പുറപ്പാട് പുസ്തകം 15:26 വായിക്കുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ള ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളെയും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമിലേക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തിയില്ല, നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു എന്ന് അരുളി ചെയ്തു. और निर्गमन के 15:26 में हम इस प्रकार पढ़ते हैं, यदि तो अपने परमेश्वर यहोवा का वचन तन मन से सुने और जो उसकी दृष्टि में ठीक है वही करे और उसकी आज्ञाओं पर कान लगाए और उसकी सब विधियों को माने,
तो जितने रोग मैंने मिस्रियों पर भेजे हैं उनमें से एक भी तुझ पर न भेजूंगा, क्योंकि मैं तुम्हारा चंगा करने वाला यहोवा हूँ। ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് പറഞ്ഞ വചനം ജഡമായി തീർന്നു. और मैं तुझे चंगा करने वाला यहोवा हूँ, ये कहने वाला वचन जो है वो देहधारी हुआ। അത് ക്രിസ്തുവായിട്ട് വെളിപ്പെട്ട് വന്നപ്പോൾ और जब परमेश्वर का वचन मसीह होकर हमारे सामने प्रकट हुआ, നമുക്ക് സൗഖ്യം വിടുതലുമായി. और वो हमारे लिए हमारा चंगाई और छुटकारा हुआ। സങ്കീർത്തനക്കാരനും കുറിച്ചിട്ടു 107 സങ്കീർത്തനം 20 പറയുന്നു, അവൻ തന്റെ വചനത്തെ അവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. और 107 भजन के 20वें वाक्य को भी जब हम पढ़ते हैं, वो अपने वचन के द्वारा उनको चंगा करता और उस गड्ढे में वे पड़े हैं उससे निकालता है। വചനം അയച്ചു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞമായി നമ്മുടെ പാർത്തു എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവിലൂടെ ആ വചന വെളിപ്പാടിലൂടെ രോഗസൗഖ്യം നമ്മുടെ മേൽ വന്നു. और जिस तरह ये कहा गया है वचन में कि वचन भेजा हमारे बीच में भेजा गया और वो अनुग्रह और सत्य में परिपूर्ण होकर हमारे बीच में रहा, उसी तरह मसीह के द्वारा ये चंगाई और ये छुड़ौती हमारे जीवन में अनुभव हुआ। അതുകൊണ്ട് യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് യശയാവ് പ്രവചിച്ചു വെച്ചു. और इसीलिए यीशु मसीह के मनुष्य के होकर जन्म के 700 साल तकरीबन पहले यशायाह नबी भविष्यद्वक्ता ने इस प्रकार लिखा। യശയാവ് 53:4-5 വാക്യങ്ങൾ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചിരിക്കുന്നു വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതികൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. यहाँ पर इस प्रकार कहा गया है, निश्चय उसने हमारे रोगों को सह लिया और हमारे ही दुखों को उठा लिया, तो भी हमने उसे परमेश्वर का मारा कूटा और दुर्दशा में पड़ा हुआ समझा, परंतु वो हमारे ही अपराधों के कारण घायल किया गया, वो हमारे अधर्म के कामों के कारण कुचला गया, हमारी ही शांति के लिए उस पर ताड़ना पड़ी कि उसके कोड़े खाने से हम लोग चंगे हो जाए। ഇന്ന് രാത്രികാലം യേശുവിന്റെ അടുത്തേക്ക് വന്ന അടിപ്പിണരാളുള്ള സൗഖ്യത്തിന്റെ ശക്തി നമ്മുടെ മേലുണ്ട്. ആ വചനം നമ്മൾ കൈമാറുമ്പോൾ മറ്റുള്ളവരുടെ മേലും ആ വചനത്തിന്റെ ശക്തി വെളിപ്പെടാൻ തുടങ്ങും. और आज रात को जब हम यीशु मसीह के पास आते हैं, उसके कोड़े खाने से जो चंगाई है वो हमारे पास है, और जब ये वचन को, इस वायदे को हम दूसरों के साथ बांटते हैं तो उनको भी विश्वास के द्वारा ये हासिल होता है। യേശു കർത്താവ് 70 ശിഷ്യന്മാരെ അയക്കുമ്പോഴും അവർ പോയി സന്തോഷത്തോടെ പോയി കർത്താവിന്റെ സുവിശേഷം പ്രസംഗിച്ചു കഴിയുമ്പോൾ ഭൂതങ്ങളൊക്കെ പുറത്ത് വളരെ സന്തോഷത്തോടെ കടന്നു വന്നിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 10-19 പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തില്ല, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രയും സന്തോഷിപ്പേ. और जब यीशु मसीह ने चेलों को प्रचार के लिए, राज्य की सेवा के लिए, राज्य के सुसमाचार प्रचार करने के लिए भेजा गया, तब उनके द्वारा चंगाई और दुष्ट आत्मा ग्रस्त छुटकारा पाने लगे। ये सब देखने के बाद वो लोग आकर जब यीशु से बात की, तब यीशु ने ये कहा कि तुम्हें सांप और बिच्छुओं के ऊपर उनको कुचलने का तुम्हें अधिकार दिया गया है, लेकिन दुष्ट आत्माएं तुम्हारी आज्ञा सुनकर भागती है, ये इस बात पे नहीं, बल्कि स्वर्ग राज्य में तुम्हारा नाम लिखा गया है, इस बात में तुम आनंद मनाओ। ഒരു വലിയൊരു ഉപദേശമായി യേശു കർത്താവ്, ഭൂതങ്ങളെ പുറത്താക്കുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതോർത്ത് സന്തോഷിക്കണം. और वहां पर वो एक बहुत गहरा एक उपदेश वहां पर यीशु उनसे कहता है कि दुष्ट आत्माएं तुम्हारी वचन सुनकर भागते हैं, ये इस बात में नहीं, बल्कि स्वर्ग राज्य में, स्वर्ग में तुम्हारा नाम लिखा गया है, इस बात का तुम आनंद करो। രോഗസൗഖ്യം നടക്കും, വിടുതൽ നടക്കും, രക്ഷയിലേക്ക് വന്ന് നിത്യത നമ്മൾ ഉറപ്പാക്കിയില്ല എങ്കിൽ പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയൊക്കെ നമ്മൾ ചെയ്യാൻ പരമേൽപ്പിക്കും, വളരെ സന്തോഷത്തോടുകൂടി ചെയ്യണം. और ये चंगाई होती है और छुटकारा होता है, लेकिन ये उद्धार के द्वारा अनंत जीवन हासिल करने का कारण नहीं हुआ तो व्यर्थ है। इसीलिए प्रियजनों, जब हम ये सेवा सब करते हैं, हम बड़े आनंद के साथ हमें ये सेवकाई करना है। വളരെ ചെയ്യാനായിട്ട് വളരെ ലളിതമായ ഒരു ഉപദേശം കൂടെ പറഞ്ഞ് ഞാനത് കൺക്ലൂഡ് ചെയ്യാൻ കർത്താവ് ഇഷ്ടപ്പെടുക. കാരണം എന്തു ചെയ്താൽ രോഗസൗഖ്യം വ്യക്തിപരമായിട്ട് പ്രാപിക്കാം. और
एक छोटी सी उपदेश और देकर मैं समाप्त करूंगा। ये जो चंगाई है ये सब व्यक्तिगत तौर पर हम पा सकते हैं। സങ്കീർത്തനം 103 to 3. भजन संहिता 103 का 1 से 3 तक पढ़ेंगे। എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവും അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. हे मेरे मन यहोवा को धन्य कहे और जो कुछ मुझ में है वो उसके पवित्र नाम को धन्य कहे। हे मेरे मन यहोवा को धन्य कहे और उसके किसी उपकार को न भूलना। वही तो तेरे सब अधर्म को क्षमा करता और तेरे सब रोगों को चंगा करता है। കാരണം ഈ രാത്രികാലം ശ്രദ്ധിക്കണം, കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുന്ന മണ്ഡലത്തിലേക്ക് കയറി വരുമ്പം, കർത്താവിന് മഹത്വം കൊടുത്ത് സ്തുതി എന്ന മേലാടയിൽ തൊടുമ്പോൾ അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുകയും നിന്റെ സകല രോഗങ്ങളെ, ഇന്ന് രാത്രികാലം രോഗബന്ധനങ്ങളെ അഴിക്കുവാൻ, വിടുവിക്കാൻ യേശു നമ്മുടെ മധ്യ ഉണ്ട്. और ये बात को गौर करना है कि जब हम प्रभु की स्तुति आराधना करते हैं, उसको धन्यवाद, उसको स्तुति चढ़ाते हैं, स्तुति नामक उसके राज वस्त्र को जब हम छूते हैं, तब हमारे जीवन में इस प्रकार का अनुभव होता है। आज भी प्रभु हमारे बीच में ये सब कार्य करने के लिए है। രാത്രികാലം ശ്രദ്ധിച്ചു കേൾക്കണമേ, രോഗസൗഖ്യം വിടുതലായിട്ട് മാറും, വിടുതൽ രക്ഷയായിട്ട് മാറും, രക്ഷ നിത്യത ഉറപ്പാക്കും. और ये बात को गौर करना है कि ये जो चंगाई है वो छुटकारे में बदलता है और छुटकारा उद्धार में परिवर्तित होता है। ये उद्धार अनंत जीवन का कारण होता है। ഒരു ഉണർവിന്റെ ശക്തിയെ വ്യാപരിക്കണമെങ്കിൽ, और उसी के साथ साथ दूसरी तरफ एक बेदारी का सामर्थ्य काम करना है, तो യേശുവിനെ കുറിച്ചുള്ള സുവിശേഷവും യേശു പറഞ്ഞ ദൈവരാജ്യത്തിന്റെ സുവിശേഷവും പ്രസംഗിക്കണം. और यीशु मसीह के जो उसने प्रचार किया उस परमेश्वर के राज्य का सुसमाचार का घोषणा होना चाहिए। അനേക രോഗികളെ സൗഖ്യമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം, അന്യായ ബന്ധനങ്ങളെ അഴിക്കണം, അമിക്കയറെല്ലാം അറുത്തു മാറ്റണം. और उसी के साथ साथ अनेक बीमारी चंगे होने चाहिए, जो दुष्ट आत्माग्रस्त छुड़ौती पाने चाहिए, बंधुआई में से और बेड़ियों में से लोग छुटकारा पाने चाहिए। അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് സഭ എഴുന്നേൽക്കുമ്പോ, ഉണർവ് വ്യാപരിക്കുമ്പോ സകല ജനത്തിന്റെ മേലും ഒരു ഭയം ഉണ്ടാകും. और ऐसे एक परिस्थिति, एक अनुभव में जब कलीसिया उठ जाती है, तब सारे लोगों पर एक भय छा जाता है। അപ്പോസ്തല പ്രവൃത്തിയിൽ അവർ ഒരുമനപ്പെട്ട് കൂടി വന്ന് ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരിരുന്ന സ്ഥലം കുലുങ്ങിയതുപോലെ. और जैसे प्रेरितों के काम में जब प्रेरित लोग इकट्ठे होकर वो लोग प्रार्थना किए, तो जिस जगह पर वो प्रार्थना कर रहे थे, स्तुति कर रहे थे, वो जिस प्रकार वहां भूकंप हुआ। ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുവാൻ, മുട്ടുമടക്കുവാൻ ഒരു കൂട്ടം ജനമുണ്ടെങ്കിൽ, और आज रात के समय में अगर प्रार्थना करने और घुटना टेकने के लिए एक संग लोग अगर है, ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഈ നാളുകളിൽ ഉണർവ് തുടങ്ങാൻ പോവാ. तो परमेश्वर का पवित्र आत्मा इन समयों में वो बेदारी, वो जागृति हमारे अंदर शुरू करने वाला है। രണ്ടു മൂന്ന് കാര്യങ്ങൾക്കായിട്ട് ഇന്ന് രാത്രികാലം ഏറ്റുപറയണം. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മൾ മാനസാന്തരപ്പെടണം. ഉപേക്ഷിക്കേണ്ട കാര്യങ്ങള് ഉപേക്ഷിച്ച് കളയണം. ഒരു ആദ്യ സ്നേഹത്തിലേക്ക് ഇന്ന് രാത്രികാലം നമുക്കൊന്ന് മടങ്ങി വരാമോ? तो इसीलिए हमारे जो पापों को परमेश्वर के सामने कबूल करना है, मन फिराना है, वो हमें करना जरूरी है। और जिन चीजों को हमारे जीवन में त्यागना है, उन्हें छोड़ना जरूरी है। उसी तरह हमारे पहले प्रेम प्रभु के साथ, उस पहले प्रेम में हमें लौटाना है। ഒരല്പസമയം നമുക്കൊന്ന് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച് ജാഗരിച്ച് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മ അയച്ച വചനങ്ങൾ നിവർത്തിയാകാനായിട്ട് ഒരല്പസമയം എല്ലാവർക്കും ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? നമുക്ക് ഒന്നിച്ചൊന്ന് അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാം. और हम सब मिलकर कुछ समय अनम्यूट करके जो परमेश्वर की आत्मा में हम जरा प्रार्थना करेंगे इस विषय के लिए। ഭാഷ ഒരു വിഷയമേ ആക്കണ്ട, ഒന്നിച്ചാൽമാൽ പ്രാർത്ഥിക്കാം. അന്യഭാഷയുള്ളവർ അന്യഭാഷയെ പ്രാർത്ഥിക്കാം, അല്ലാത്തവർക്കും അവരവരുടെ ദൈവം ആത്മാവ് നമ്മുടെ നാവിൽ തന്ന പോലെ. യേശു കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു പിതാവേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ഒരു ശക്തി ഇന്ന് രാത്രികാലം ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടപ്പ. അവരുടെ ശിരസ് മുതൽ അവരുടെ ഉള്ളാൻ കാല് വരെ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ഓരോ മക്കളുടെ മേല്, അവരുടെ കുടുംബങ്ങളുടെ മേല്, അവരുടെ തലമുറയുടെ മേല് അഭിഷേകത്തിന്റെ
ദൈവത്തിന്റെ ശക്തി, ഒരാത്മാവിന്റെ നിറവ് ഇന്ന് രാത്രികാലം എന്റെ ദൈവം പകരണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നന്ദി പറയുന്നു. और मुझे यहाँ पर अवसर देने वाले परमेश्वर के दास और दास लोगों को, सभी को प्रभु के नाम में मेरा धन्यवाद कहना चाहूंगा. കഴിഞ്ഞ നാളുകളിൽ ഞാൻ ബോംബെയിലായിരുന്ന സമയത്ത് ബെൻസൺ തോമസുമായിട്ട് പലപ്പോഴും ശുശ്രൂഷ ദൈവം തന്ന സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. और पिछले दिनों में जब मुंबई में मैं गया था, तब वहां पर ब्रदर विंसन थॉमस ने भी जो समय दिया उसके लिए मैं धन्यवाद कहना चाहूंगा. രാത്രികാലം കടന്നു വന്ന എല്ലാ പ്രിയമുള്ളവരും ഒരിക്കൽ കൂടെ കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. और आज रात को आए हुए सभी को प्रभु यीशु के हाथों में सौंप कर पिता पुत्र पवित्र आत्मा के नाम में आशीष देकर हम एक साथ मिलकर आपको आशीष देकर प्रार्थना करते हैं. തുടർന്നും നമുക്ക് അന്യോന്യം പ്രാർത്ഥിക്കാം. ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തെ കെട്ടുപണിക്ക് വേണ്ടി ഒരു വലിയ കൂട്ടം ജനം ദൈവരാജ്യത്തെ കാണാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. और आगे भी हम एक दूसरे के लिए प्रार्थना करें और ये प्रार्थना करें कि प्रभु उसके राज्य के बढ़ोतरी के लिए, उसके राज्य के बांधकाम के लिए अनेकों को हमारे बीच में से हमें उठाए, हमें उसके लिए काबिल बनाए. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ സ്നേഹമുണ്ട്. एक और बार सभी को मेरा प्रेमी सलाम और सबको मेरा धन्यवाद कहकर मैं विराम लेना चाहूंगा. परमेश्वर आप सबको आशीष दे. थैंक यू मैन ऑफ गॉड, थैंक यू. आपका बहुत बहुत शुक्रिया. मैं चाहूंगा ब्रदर विंसन जी प्लीज आप ट्रांसलेट कर दीजिए जरा मलयालम में. പാസ്റ്റങ്ങൾ ഹൃദയപൂർവമായ നന്ദിയാണ് അറിയിച്ചത്. Really, your message touched my heart. आपका जो मैसेज है वो मेरे हृदय को बहुत छुआ है आज. താങ്കളുടെ സന്ദേശം എൻ്റെ ഹൃദയത്തെ ഇന്ന് തൊടുകയുണ്ടായി. और ये 100% सत्य आपने बात कही है कि चंगाई से छुटकारा, छुटकारा से उद्धार और उद्धार से हमें अनंत जीवन में चले जाना है. താങ്കൾ ഇന്ന് പറഞ്ഞത് 100% വാസ്തവമാണ്. രോഗസൗഖ്യത്തിൽ നിന്നും വിടുതലിൽ നിന്നും രക്ഷയിൽ നിന്നും നിത്യജീവനിലേക്ക് അത് മാറണം. मैं आपका धन्यवादी हूं कि आपने मेरे आमंत्रण को स्वीकार किया. जैसे ही मैंने आपसे ये बात को लगाया कि प्रभु के दास हमारे बीच में आकर थोड़ा अपना समय दें और परमेश्वर के वचन से हमें सिखाएं, और आपने हमारे आमंत्रण को स्वीकार किया. मैं दिल से आपका आभारी हूं. ഞങ്ങളുടെ ക്ഷണത്തെ സ്വീകരിച്ച് ഇവിടെ വന്ന വചനം ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ തയ്യാറായതിൽ താങ്കളോട് നന്ദി പറയുന്നു.